So ഇതൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജനറൽ വേവ് ഇക്വേഷൻസ് ഫോർ ദി ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി ട്രാൻസ്മിറ്റഡ് റേ. സോ ഇതിൽ നമ്മൾ അറ്റ് ദി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, so to avoid the confusion we have taken the boundary at z is equal to 0. So z is equal to 0 കണ്ടീഷനിലാണ് നമ്മൾ ബൗണ്ടറി അസ്യൂം ചെയ്തത്. സോ നമ്മൾ ഇൻസിഡന്റ് റേ അപ്പോൾ ഓരോ റേസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ അതിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും, ഈ ഐ വെക്റ്റർ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് ഇ ഐ നോട്ട് ഇ റേസ് ടു ഈ ഒരു k1z എന്ന് പറയുന്നത് എല്ലാത്തിലും എന്ത് ചെയ്യും, 0 ആയി പോകും. സോ നമുക്ക് എന്താ പറയാം, മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. സോ ബി ഐ vector is equal to j cap b I naught e raised to minus I omega t വരും. അത് റിഫ്ലക്റ്റഡ് റേസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ e r vector is equal to I cap e r naught e raised to minus I omega t വരും. And b r vector is equal to minus j cap b r naught e raised to minus I omega t. And transmitter ray in the case നോക്കുകയാണെങ്കിൽ e t is equal to e t vector is equal to I cap e t naught e raised to I minus I omega t. And b t is equal to j cap b t naught e raised to minus I omega t. സോ നമുക്ക് z is equal to 0 എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേവ് ഇക്വേഷൻസ് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരിക. സോ നമുക്ക് ഓരോ വേവ് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബൗണ്ടറി ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു ബൗണ്ടറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുകയാണെങ്കിലും അവിടെ മാക്സ്വെല്ലിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അറ്റ് എവറി ബൗണ്ടറി ദി മാക്സ്വെൽസ് കണ്ടീഷൻസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. സോ നമ്മൾ മാക്സ്വെൽസിൻ്റെ കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്സ്വെൽസ് ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഹിയർ ഫോർ ബോത്ത് ദി നോർമൽ കമ്പോണൻറ്റ് ആൻഡ് ദി ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് മാത്രമാണ്. അതിൻ്റെ റീസൺ നോർമൽ കമ്പോണൻറ്റ് ഇതിനിവിടെ എഫക്റ്റ് ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ കമ്പോണൻറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എടുത്ത് നോക്കുന്നത്, അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ കണ്ടിന്യൂസ്. സോ കണ്ടിന്യൂസ് മീനിങ് ഈ ഒരു ബൗണ്ടറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒരു ബൗണ്ടറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സം എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. സോ ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ആർ കണ്ടിന്യൂസ് അക്രോസ് ദി ബൗണ്ടറി. സോ ഇതാണ് മാക്സ്വെല്ലിൻ്റെ കണ്ടീഷൻസ്. നമ്മുടെ ഇക്വേഷനിൽ സോ നമ്മൾ ഫസ്റ്റ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സ്വെൽ കണ്ടീഷൻസ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സ്വെൽ കണ്ടീഷൻസ് ആണ്. സോ ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് വരിക. സോ ഇത് ടാൻജൻഷ്യൽ കമ്പോണൻസിൻ്റെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇ ഐ നോട്ട് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ഈ ആർ ടി ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ദി റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുമ്പോൾ ഈ ആർ നോട്ട് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ട്രാൻസ്മിറ്റഡ് റേയിൻ്റെ ഈ ടി നോട്ട് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. സോ ഇതിൽ എന്താണ്, ഈ ഐ നോട്ട് അതുപോലെ തന്നെ ഈ ആർ നോട്ട് ഈ ടി നോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ഓഫ് ദി ഇൻസിഡൻറ്റ്, റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് റേസ് റെസ്പെക്റ്റീവ്ലി. സോ അത് കോമൺ ആയിട്ട് എന്തുണ്ട്, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്, ഈ I naught plus ER naught is equal to ET naught. So ഇതാണ് നമ്മുടെ
Maxwell's boundary condition for the tangential component of electric field, and let it be the equation number 1. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ ചേഞ്ച് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം B and H are related with the equation B is equal to mu H. സോ ഇതിൽ B എന്ന് പറയുന്നതും H എന്ന് പറയുന്നതും എന്താണ്, വെക്ടേഴ്സ് ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, H is equal to B vector divided by mu എന്ന് എഴുതാൻ പറ്റും. സോ ഇതനുസരിച്ചിട്ട് the tangential component of the incident magnetic field വെക്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും, അവിടെ B I naught e raised to minus I omega t divided by ഏത് മീഡിയത്തിലാണ് ഇൻസിഡൻറ്റ് വേ വരുന്നത്, mu1 മീഡിയത്തിലാണുള്ളത്, ആൻഡ് മൈനസ് BR naught e raised to minus I omega t divided by reflected ray same in the medium of permeability mu1, and is equal to BT naught e raised to minus I omega t divided by the mu2, because in the transmitted ray is in the medium of permeability mu2. So the combination e raised to minus I omega t ഉണ്ട്. So the cancel ചെയ്തു. ബാക്കിയുള്ളവർക്ക് എടുത്ത് എഴുതാണെങ്കിൽ എന്ത് വരും, BI naught divided by mu1 minus BR naught divided by mu1 is equal to BT naught divided by mu2 എന്ന് വരും. സോ നമുക്ക് ഇതാണ് മാക്സ്വെല്ലിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻ. സോ ദിസ് ഇക്വേഷൻ is taken to be the equation number 2. So these are the Maxwell boundary conditions of electric and magnetic field at Z is equal to 0. അതായത് at the boundary. സോ നമുക്ക് ഇതിനൊന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കൊരു കാര്യം അറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം V എന്ന് പറയുന്നത് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും റേഷ്യോ ആണ്. അതായത് B ആണെന്ത് വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇക്വേഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ എഴുതാം, മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ B is equal to ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, ഇവിടെയുള്ള ഇൻസിഡന്റ് വേവിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യാം, E by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കറസ്പോണ്ടിങ്ങിൽ എന്ത് വരും, EI naught ഡിവൈഡഡ് ബൈ V mu1 എന്ന് വരും. സോ ഇത് പെർമിയബിലിറ്റി ഓഫ് mu1 മീഡിയത്തിലായത് കാരണം കൊണ്ട് തന്നെ V1 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും, അവിടെയുള്ള വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. പെർമിയബിലിറ്റി mu1 ഉള്ള മീഡിയത്തിലുള്ള വെലോസിറ്റി ആയിരിക്കില്ല, mu2 പെർമിയബിലിറ്റി ഉള്ള മീഡിയത്തിലുണ്ടായിരിക്കുക. സോ നമ്മൾ ഫസ്റ്റ് മീഡിയത്തിൽ എടുക്കുന്നത് V1 വെലോസിറ്റി ആണെന്നാണ്. മൈനസ് BR നോട്ടിന് എന്ത് ചെയ്തു, ER നോട്ട് ഡിവൈഡഡ് ബൈ V1 സെയിം മീഡിയം ആണ്. സോ V1 mu1 എന്നെടുത്തു, ഈക്വൽ ടു BT നോട്ടിന് പകരം അവിടെ ET നോട്ട് ഡിവൈഡഡ് ബൈ സെക്കൻഡ് മീഡിയം ആണ്. സോ സെക്കൻഡ് മീഡിയം പറയുമ്പോൾ അവിടെ വെലോസിറ്റി V2 വരും, അതിന് അതിൻ്റെ പെർമിയബിലിറ്റി ഇസ് mu2. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ഐഡന്റിറ്റി കൂടെ യൂസ് ചെയ്യാം, ദാറ്റ് ഇസ് V is equal to 1 divided by root of mu epsilon. സോ അതിൽ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 1 divided by root of mu1 epsilon 1 എന്ന് വരും. അതുപോലെ തന്നെ V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 divided by root of mu2 epsilon 2 എന്ന് വരും. സോ ഈ ഒരു V1ൻ്റെ V2ൻ്റെ ഇക്വേഷൻസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ചേഞ്ച് ഇൻ ടു E1 naught. ഇതെന്താ ഡിവൈഡഡ് ബൈ ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് എടുത്ത് എഴുതാം, mu1 epsilon 1 ഡിവൈഡഡ് ബൈ mu1 എന്ന് വരും, മൈനസ് റൂട്ട് ഓഫ് mu1 epsilon 1 ER naught divided by mu1 എന്ന് വരും, ഈക്വൽ ടു root of mu2 epsilon 2 ET naught divided by mu2 എന്ന് വരും. സോ ഇക്വേഷനിൽ മുകളിൽ എന്തുണ്ട്, റൂട്ട് ഓഫ് mu2 ഉണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ mu2 ഉണ്ട്. സോ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സോ ന്യൂമറേറ്ററിൽ എന്തുണ്ട്, റൂട്ട് ഓഫ് mu1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ mu1 ഉണ്ട്. സോ ഇതിൽ ഡിനോമിനേറ്ററിനെ എന്തായിട്ട് എഴുതാം, റൂട്ട് ഓഫ് mu1 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് ഓഫ് mu1 എന്ന് എഴുതാം.
സോ mu1 ക്യാൻസൽ ആയി പോയി. അവിടെ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് mu1 എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഈ റൂട്ട് ഓഫ് mu1 ഡിവൈഡഡ് ബൈ mu1നെ നമുക്ക് എന്ത് എഴുതാം? 1 ഡിവൈഡഡ് ബൈ റൂട്ട് mu എന്ന് എഴുതാം. സോ മേലെ എന്തുണ്ട്? ബാക്കി ഒരു റൂട്ട് ഓഫ് ε1 ഉണ്ട് ആൻഡ് ഈ I0 മൈനസ്, സോ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. സോ റൂട്ട് ഓഫ് ε1 ഡിവൈഡഡ് ബൈ mu1 ഈ R0 is equal to root of ε2 divided by mu2 ഈ T0 എന്ന് ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാം. സോ ഈ ഫസ്റ്റത്തെ ആയാലും എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് റൂട്ട് എടുക്കാം. സോ റൂട്ട് ഓഫ് ε1 ഡിവൈഡഡ് ബൈ mu1 എന്ന് വരും. ഇങ്ങനെ ഇക്വേഷൻ മാറിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് ഒന്ന് ആ മെത്തേഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. സോ ഇത് നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അറിയാവുന്ന ഒരു വേറൊരു ഐഡന്റിറ്റിയും കൂടെ യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഇസ് n ഈസ് ഈക്വൽ ടു c/v എന്ന് പറയാം. Refractive index of the medium n is equal to the ratio of the velocity of light in a vacuum divided by the velocity of light in a medium. So ഇതിൽ c എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് mu0 ε0 എന്ന് വരും. v എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എപ്സിലോൺ ആൻഡ് mu എന്ന് വരും. സോ ഇക്വേഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് വരിക. സോ റൂട്ട് ഓഫ് mu എപ്സിലോൺ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് mu0 ε0 എന്ന് വരും. സപ്പോസ് we are assuming mu1 is equal to mu2 is equal to mu0. അതായത് ഇതിന്റെ പെർമിബിലിറ്റി ഒക്കെ സെയിം തന്നെയാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ mu ഡിവൈഡഡ് ബൈ mu0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ കട്ട് ചെയ്ത് പോകും. സോ ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ? റൂട്ട് ഓഫ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0 മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് ഇതിന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? The refractive index of the medium is proportional to the root of epsilon എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ എബവ് ഇക്വേഷനിൽ mu1 അതുപോലെ തന്നെ mu2 എന്താണ്? സെയിം ആയത് കൊണ്ട് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഈതർ സൈഡ് എടുത്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. സോ ബാക്കി എന്ത് വരും? റൂട്ട് ഓഫ് ε1 e1 I0 മൈനസ് റൂട്ട് ഓഫ് ε1 e R0 ഈക്വൽ ടു റൂട്ട് ഓഫ് ε2 e T0 എന്ന് വരും. സോ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി റൂട്ട് എപ്സിലോൺ. സോ ഫസ്റ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ n1 ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ε1 ആൻഡ് n2 ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ε2. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്ത് വരും? ഇവിടെ റൂട്ട് ഓഫ് ε1 എന്നുണ്ട്. നമുക്ക് അതിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? n1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ n1 ഈ I0 മൈനസ് സെക്കൻഡ് മീഡിയത്തിന് എന്തിനാണ്? 1 തന്നെയാണ്. സോ റിഫ്ലക്റ്റഡ് റേറ്റ് എന്തിനാണ്? 1 തന്നെയാണ്. സോ n1 ഈ R0 ഈക്വൽ ടു n2 ഈ T0 എന്ന് വരും. സോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുക. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 3. സോ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? കോമൺ ആയിട്ട് n1 എടുത്ത് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ n1 കോമൺ ആണ്. സോ n1 എടുത്തിട്ട് എന്ത് എഴുതാം? ഈ I0 മൈനസ് ഈ R0 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n2 ഈ T0 എന്ന് വരും. അതായത് n1 ഡിവൈഡഡ് ബൈ n2 ഓഫ് ഈ I0 മൈനസ് ഈ R0 ഈസ് ഈക്വൽ ടു ഈ T0 എന്ന് കിട്ടും. സോ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്പർ 4ഉം അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഫസ്റ്റ് എഴുതുവാണെങ്കിൽ എന്ത് വരും? n1 ഡിവൈഡഡ് ബൈ n2 ഈ I0 മൈനസ് n1 ഡിവൈഡഡ് ബൈ n2 ഈ R0 മൈനസ് ഇക്വേഷൻ നമ്പർ 1. സോ ഈ I0 മൈനസ് ഈ R0 എന്ന് വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ T0 എന്ന് വരും ഫോർത്ത് ഇക്വേഷനിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് തന്നെയാണ്? ഈ T0 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.
സോ ഇനി അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് 0 ആയിട്ട് വന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ ഈ I0 എടുക്കുമ്പോൾ n1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1 ഓഫ് ഈ I0 എന്ന് വരും, മൈനസ് n1 ഡിവൈഡഡ് ബൈ n2. സോ ഇവിടെ മൈനസ് n1 ഡിവൈഡഡ് ബൈ n2 ഈ R0 ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് ഈ R0 ഉണ്ട്. സോ എന്ത് ചെയ്യണം, പ്ലസ് എഴുതണം, പ്ലസ് 1 ഈ R0 എന്ന് വരും. സോ എനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൈനസ് n1 ബൈ n2 ഈ R0 എന്നും മൈനസ് ഈ R0 എന്നും കിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ എന്നിട്ട് ഈ ഒരു ഇക്വേഷന് ഈ ഒരു പോർഷൻ സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ n1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1 ഓഫ് ഈ I0 is equal to മൈനസ് ആയിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. സോ n1 ബൈ n2 പ്ലസ് 1 ഓഫ് ഈ R0 എന്ന് വരും. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, റിഫ്ലക്റ്റിവിറ്റി, അതായത് എത്ര എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ്സ് ആണ് ഒരു മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോയത് എന്നുള്ളതാണ്. എത്ര എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഒരു മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോയത് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. സോ ഇതിൽ എന്ത് വന്നിട്ടുണ്ട്, ഈ R0 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ I0 വന്നിട്ടുണ്ട്. സോ ഈ R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ഈ I0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് ബീമിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ആൻഡ് ഈ R0 എന്ന് വെച്ചാൽ റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് ബീമിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതാണ് ഈ R0 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ റിഫ്ലക്റ്റിവിറ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് റിഫ്ലക്ഷൻ coefficient എന്ന് വെച്ച് കഴിഞ്ഞാൽ that will be equal to the ratio of ER0 divided by EI0. അതായത് ഇൻസിഡന്റ് ലൈറ്റ് ബീമിന് എത്ര എമൗണ്ട് ആണ് എന്ത് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പോയത് എന്നുള്ള ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അത് എത്രയാണെന്ന് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്ത് ചെയ്യാം, ഇതിന്ന് ഈ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ R0 ഡിവൈഡഡ് ബൈ ഈ I0 കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, സോ ഈ ടേം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ഈ I0 എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ n1 ഡിവൈഡഡ് ബൈ n2, നമുക്ക് ഈ ഒരു ഇക്വേഷൻ n1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1നെ n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ n1 ഡിവൈഡഡ് ബൈ n2 പ്ലസ് 1നെ n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ n2 എന്ന് എഴുതാം, ഇങ്ങനെ വരും. സോ ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്, സോറി ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലും n2 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. അപ്പോഴും എന്താണ്, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് പറയുന്നത്. how much fraction of light has reflected from the film എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. നമുക്ക് എന്താ വേണ്ടത്, റിഫ്ലക്റ്റിവിറ്റിയാണ് വേണ്ടത്. അതായത് എത്ര ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഹാസ് ബീൻ റിഫ്ലക്റ്റഡ് ഫ്രം ദി സർഫസ് എന്നുള്ളതാണ് വേണ്ടത്. സോ നമുക്കറിയാം എന്താണ്, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ടിരിക്കുക, അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്താം, ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് നമുക്ക് റിഫ്ലക്റ്റിവിറ്റി അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഫിഷ്യന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ കോഫിഷ്യന്റ് സ്മോൾ ആർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിഫ്ലക്ഷൻ കോഫിഷ്യന്റിന് നമ്മൾ റിഫ്ലക്റ്റിവിറ്റി ക്യാപിറ്റൽ ആർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു ഈ സ്മോൾ ആർ എന്താണ്, n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആണ്. സോ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നമുക്ക് എന്ത് കിട്ടി, റിഫ്ലക്റ്റിവിറ്റി കിട്ടി. സോ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി ഇപ്പോൾ നമുക്ക് റിഫ്ലക്റ്റിവിറ്റി കിട്ടി, നമുക്ക് എന്ത് വേണം, ട്രാൻസ്മിറ്റിവിറ്റിയും കൂടെ കിട്ടണം.